അപ്പോൾ ദേ ഞാനും ചേട്ടനും കൊച്ചും കൂടി ദേ ഹരിപ്പാട് വരെ പോകാനായിട്ട് പോകുവാണേ. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ വീട്ടിലെ കടയിലേക്കുള്ള മുളക് പൊടിപ്പിക്കാനായിട്ട് കൊടുക്കണം. അപ്പം ഞങ്ങൾ വണ്ടാനത്ത് ചെന്ന് വണ്ടി വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഹരിപ്പാടേക്ക് പോകാനായിട്ട് ബസ്സിന്. അപ്പോൾ പോകുന്ന വഴിക്ക് ലെവൽ ക്രോസ് അടച്ചിട്ടേക്കുന്നു. അങ്ങനെ ക്രോസ് തുറന്നപ്പോൾ ഞങ്ങളിത് നേരെ പോകുന്നത് മില്ലിലേക്കാണ്. മുളക് പൊടിപ്പിക്കാൻ കൊടുക്കണം. അത് കൊടുത്തിട്ട് ഞങ്ങൾ വന്നിട്ട് വണ്ടാനം അവിടെ ഒരു മദർ മേരിയുടെ ഒരു ചെറിയൊരു ചർച്ചുണ്ട്. അതിൻ്റെ അടുത്താണ് ഞങ്ങൾ വണ്ടി വെച്ചത്. അത് കഴിഞ്ഞതേ ഞങ്ങൾ മൂന്നുപേരും കൂടി നടന്ന് വണ്ടാനം ഹോസ്പിറ്റലിൻ്റെയൊക്കെ അടുത്തെത്തിയിട്ടുണ്ട്. അവിടുന്ന് ബസ് കയറി ഞങ്ങളിതേ പോകുവാണ്. പോകേണ്ടത് ഹരിപ്പാട് സ്റ്റാൻഡിൽ. ഹരിപ്പാട് ബസ്സിന് കയറിയില്ല, കാര്യം ഞങ്ങൾക്ക് കവല ജംഗ്ഷനിലാണ് ഇറങ്ങേണ്ടത്. അതുകൊണ്ട് വേറെ ബസ്സിനാണ് കയറിയത്. കൊല്ലം ബസ്സായിരുന്നെന്നാണ് തോന്നുന്നത്, അത് ഓർക്കുന്നില്ല. അപ്പം സൂപ്പർ ഫാസ്റ്റിനാണ് കയറിയത്. പോകുന്ന വഴിക്ക് തോട്ടപ്പള്ളി സ്പിൽവേ, താമ്പൂച്ചിലാണെങ്കിലോ ഭയങ്കര ബഹളമായിരുന്നു. പക്ഷേ എനിക്ക് കയറിയിടം തൊട്ട് ഒരു ചെറിയ തലവേദനയുണ്ട്. നല്ല വെയിലായിരുന്നേ. അപ്പം എന്തായാലും ബസ്സിൽ നിന്ന് ഇറങ്ങി നല്ല രീതിക്ക് ഞാൻ വാള് വെച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മയിൽ ഞാൻ അങ്ങനെ യാത്ര ചെയ്തിട്ട് ഛർദ്ദിച്ചിട്ടില്ല. മൈഗ്രെയിൻ ഉണ്ട്, എങ്കിലും അത് വീട്ടിൽ വന്നിട്ടായിരിക്കും ഞാൻ ഛർദ്ദിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് വഴിനീളം ഞാൻ ഛർദ്ദിച്ചത് ആദ്യമായിട്ടാണ്. അങ്ങനെ നമ്മളിത് ചെല്ലുവാണ്. പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈദ്യനെ കാണാൻ പോകുവാണ്. അതായത് താരക എന്നാണ് അതിൻ്റെ പേര്. സത്യത്തിൽ ഇവിടെ ഒത്തിരി പേർക്ക് നല്ല റിസൾട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു കസിൻ ബ്രദർ പറഞ്ഞിട്ടാണ് ഞാനത് ഇങ്ങോട്ട് വരുന്നത്. അവൻ്റെ ഫ്രണ്ടിന് നല്ല മാറ്റമുള്ളതുകൊണ്ട്. അപ്പോൾ എനിക്ക് ഫിസ്റ്റുല എന്ന് പറയുന്നൊരു രോഗമുണ്ട്. അപ്പോൾ അത് കാണിക്കാനായിട്ടാണ് വന്നത്. ആദ്യത്തെ 1 മാസം ഞാൻ മരുന്ന് കഴിച്ചു. നിർത്തിയപ്പോൾ പഥ്യം അതുപോലെ തന്നെ പാലിക്കണം, പാലിച്ചില്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ ഈ കാണുന്ന 3 പേരെ കണ്ട പുളുങ്ങുന്നിലുള്ളവരാണ്. അവിടെ നിന്ന് സംസാരിച്ച് ഓട്ടോ വിളിച്ച് കൊടുക്കാൻ നേരത്താണ് ഫുൾ ഡീറ്റെയിലൊക്കെ തിരക്കിയപ്പോഴത്തേനും എൻ്റെ വല്യമ്മയുടെ വീടിൻ്റെ തൊട്ടടുത്തൊക്കെ ആയിട്ട് വരും, കണ്ണാടിയിൽ. അപ്പോൾ ഒത്തിരി നേരം സംസാരിച്ചു. അങ്ങനെ ഞങ്ങളിതേ അവിടെ നിന്ന് ഇറങ്ങി ഒരു ബേക്കറിയിൽ കയറി. മെയിനായിട്ട് അറിയില്ല ഞാൻ എന്താ കുടിക്കുക എന്നുള്ളത്. സോഡ സർബത്ത്. ചേട്ടൻ ഉപ്പിട്ട നാരങ്ങ വെള്ളം കുടിച്ചത്. അപ്പോൾ അവിടെ നല്ലൊരു ചേട്ടനായിരുന്നു കേട്ടോ അവിടെ ഇരുന്നത്. കുറേ നേരം സംസാരിച്ച് പുള്ളി ബസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കറക്റ്റായിട്ടൊക്കെ പറഞ്ഞൊക്കെ തന്നു. അങ്ങനെ ഞങ്ങളിത് ഹരിപ്പാട് പ്രൈവറ്റിലൊരു ബസ്സിലാണ് കയറിയത്. അങ്ങനെ ഹരിപ്പാട് സ്റ്റാൻഡിൽ ചെന്ന് അവിടുന്ന് നേരെ നമ്മുടെ ആലപ്പുഴയിലെ വണ്ടാനം ബസ്സിലാണ് ഞങ്ങൾ കയറിയത്. അപ്പം എനിക്ക് ആ തലവേദന ഇപ്പോഴും മാറിയിട്ടില്ല. ഭയങ്കര ചൂടും ഉണ്ട്, അതുകൊണ്ട് ഷോൾ വരെ ഞാൻ മാറ്റി വെച്ചേക്കണം. അമ്മാതിരി ചൂടായിരുന്നു, ഒന്നും പറയണ്ട. തലവേദനയും ഛർദ്ദിക്കാനും ഒക്കെ വന്നിട്ട് അതുകൊണ്ട് ഈ കണ്ട ചേട്ടൻ്റെ തന്നെയായിരുന്നു താബുച്ചൻ ഇരുന്നത്. സാധാരണ എൻ്റെ ഒക്കത്തൊന്നും മാറാത്ത ആളാണ്. അങ്ങനെ ഞങ്ങളിതേ വണ്ടാനം എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളവിടെ നിർത്തിയിട്ട് ചേട്ടൻ അവിടെ പോയി വണ്ടി എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഇനി ഞങ്ങൾ പോകുന്നത്, നമ്മൾ രാവിലെ മുളക് പൊടിപ്പിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് പൊടിച്ചോന്ന് അറിയാനായിട്ട് ഇനി അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ അവിടെ വെച്ചിരുന്ന നമ്മുടെ മുളക് അതുപോലെ തന്നെ ഇരിപ്പുണ്ട്, പൊടിച്ചിട്ടില്ല. വെയിലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല എൻ്റെ പൊന്നോ. വെയിൽ കൊണ്ട് മനുഷ്യൻ കുഴഞ്ഞു പോയി. അപ്പം എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിക്ക് ഞാൻ ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.